അല്ല എന്റെ അഭി, നീ കൂടുതലൊന്നും പറയണ്ട. നീ ഇന്ന് എന്നെ പണി തുടങ്ങണം. ഇതിനൊരു സൊല്യൂഷൻ കിട്ടിയില്ലെങ്കിലുണ്ടല്ലോ, നീ എന്റെ കൂട്ടുകാരനൊന്നുമല്ല. ഒരു ഭാഗത്ത് സഹോദരൻ, മറുവശത്ത് സഹോദരി. ഞാനിത് എവിടെ വന്നു പെട്ടിരിക്കുന്നത്? ഇന്നലെ നടന്ന സംഭവത്തിന് ശേഷം അദ്ദേഹം ഒരുപാട് ദേഷ്യത്തിലായിരിക്കും. എന്നെ വീണ്ടും ടോർച്ചർ ചെയ്യാൻ ശ്രമിക്കും. ഇന്നലത്തെ നാണക്കേടും ദേഷ്യമൊന്നും പുറത്ത് കാണിക്കില്ലായിരിക്കും. ഞാൻ ടോർച്ചേർഡ് ആയിന്ന് കാണിക്കാം. അല്ലെങ്കിൽ അദ്ദേഹത്തിന് വീണ്ടും ദേഷ്യം വരും. പിന്നെ ഈഗോ ഹേർട്ടാവും. കൊള്ളാലോ ആലിയ, നിന്റെ ഇര നിന്റെ നേരെ തന്നെ വരികയാണ്. എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ഇരയ്ക്കറിയില്ലെങ്കിൽ ആ ഇരയെ വേദനിപ്പിക്കുന്നത് ഒരു രസം തന്നെയാണ്. ഇന്ന് എത്ര വേണേലും ജോലി ചെയ്തോ, നാളെ മുതൽ നിനക്ക് ഈ കമ്പനിയിൽ മാത്രമല്ല ഒരു കമ്പനിയിലും ജോലി കിട്ടില്ല. പ്രിയ 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 പ്രിയ, യു നോ വാട്ട്, സോ ഗുഡ് ടു സീ യു റിയലി ആഡ് സ്പൈസ് ടു മൈ ലൈഫ്. നീ ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ ലൈഫ് ഭയങ്കര ബോറായിപ്പോയനെ. എന്തെങ്കിലും ചിന്തിക്കാനോ ചെയ്യാനോ ഒന്നും കഴിയില്ല. ആൻഡ് ഐ എം സോ ഗ്ലാഡ് ഐ മെറ്റ് യു ഹിയർ. അറിയോ, ഞാൻ വളരെ ടെൻഷനിലായിരുന്നു. ആ ഇവന്റിൽ നടന്ന സംഭവത്തിന് ശേഷം കമ്പനി നിന്നെ ഫയർ ചെയ്തു എന്നാ ഞാൻ വിചാരിച്ചെ. അല്ലെങ്കിൽ നീ തന്നെ സ്വയം അഭിമാനം കൊണ്ട് കമ്പനി ഉപേക്ഷിച്ചു പോയിന്നു. പക്ഷെ നിന്നെ സമ്മതിച്ചേ പറ്റൂ. നിനക്ക് നല്ല ടാലന്റ് ഉണ്ട്. നീ എന്തെങ്കിലുമൊക്കെ ചെയ്ത് എങ്ങനെയെങ്കിലുമൊക്കെ നിന്റെ ഇഷ്ടത്തിന്റെ രീതിയിൽ നിന്റെ കാര്യങ്ങൾ ചെയ്തോളൂ. വളരെ മാജിക്കലായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് എല്ലാവരെയും നിന്റെ കൺട്രോളിലാക്കുകയും ചെയ്യും. എനിക്ക് ആളുകളെ കൺട്രോൾ ചെയ്യാൻ അറിയായിരുന്നെങ്കിൽ ആലിയ, ഞാൻ ആദ്യം നിന്നെ കൺട്രോൾ ചെയ്തേനെ. നീ മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കാനായി. ഇത്ര അധികം സംഭവങ്ങൾ ഉണ്ടായിട്ടും നീ തിരുത്തുന്നില്ലല്ലോ ആലിയ. സംഭവങ്ങളോ? അതെ, എനിക്കറിയാം ആ CD മാറ്റിയത് നീയാണെന്ന്. കാരണം നിനക്കറിയാം, അങ്ങനെ ഒരു തെറ്റ് എന്റെ ഭാഗത്ത് വന്നു എന്നറിഞ്ഞാൽ എന്നെ ജോലിയിൽ നിന്ന് പുറത്താക്കുമെന്നും പിന്നെ എനിക്ക് അദ്ദേഹത്തെ ഒരിക്കലും കാണാനാവില്ലെന്നും നിനക്കറിയാം. പക്ഷെ നീ പരിശ്രമിച്ചതിന്റെ ഫലം നീ തോറ്റുപോയിന്നുള്ളതാ. ഞാൻ തോറ്റുപോയിന്നോ? വെൽ, ഞാൻ തോറ്റിട്ടില്ല. കാരണം നീ ജയിച്ചിട്ടുമില്ല. പിന്നെ ചിലപ്പോ ഞാൻ അന്ന് എനിക്ക് പൂർത്തിയാക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഇന്ന് ചെയ്താലോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദിവസം, നാളെ, മറ്റന്നാൾ, അല്ലെങ്കിൽ whenever I want. പിന്നെ ഞാൻ ആലോചിച്ചു നോക്കി, ഞാൻ എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? ഇപ്പൊ തന്നെ നോക്ക്, കുറച്ചു ദിവസം മാത്രമല്ലേ നമ്മൾ ഈ ഒരു കമ്പനിയുമായിട്ട് വർക്ക് ചെയ്യുന്നുള്ളൂ. Then why should I waste my time and energy on you? എനിക്ക് നിന്റെ കാര്യം ഓർക്കുമ്പോ പാവം തോന്നുക. ഞാൻ അങ്ങനെ പാവങ്ങളുടെ വയറ്റത്തടിക്കാൻ പാടില്ലല്ലോ. So you keep doing this job. കാരണം 3-4 ദിവസം കഴിഞ്ഞാലും ഏട്ടൻ നിന്റെ ലൈഫിൽ തന്നെ ഉണ്ടാവുമല്ലോ. Wanna know how? I'll tell you. അത് കണ്ടോ, ഏട്ടന്റെ ഫോട്ടോ മതി. ഏട്ടന്റെ ഫോട്ടോ നിന്റെ കൂടെ ഉണ്ടാവും. നമ്മുടെ ജോലി കഴിഞ്ഞ് കോൺട്രാക്ട് ഒക്കെ അവസാനിച്ചതിന് ശേഷം നീ ഏട്ടന്റെ ഫോട്ടോയോട് സംസാരിക്കണം, ഓക്കെ? കാരണം എന്താണെന്ന് വെച്ചാ, ഇന്നു മുതൽ ഏട്ടന്റെ എല്ലാ കോൺസേർട്സിലും ഏട്ടന്റെ ഒപ്പം തനുവും ഉണ്ടാവും. അദ്ദേഹത്തിന്റെ കൂടെ ആരുണ്ടാകില്ല എന്ന് ഈശ്വരനാ തീരുമാനിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജാതകത്തിൽ ഞാനപ്പോ ഉണ്ടാവില്ല എന്നാണെങ്കിൽ ഉറപ്പായും ഉണ്ടാവില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ജാതകത്തിൽ ഞാൻ കൂടെ ഉണ്ടാവുമെന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നീ എത്ര വിചാരിച്ചാലും ഞങ്ങളെ പിരിക്കാനും ആകില്ല. എന്തൊക്കെ സ്വപ്നങ്ങളാ നീ കാണുന്നേ? ഐ മീൻ, നിന്റെ സ്വപ്നങ്ങളാണെങ്കിൽ അവസാനിക്കേയില്ല. വല്ലപ്പോഴും അതിനൊരു എൻഡ് വെക്കടോ. ബട്ട് ഹൗ ഡസ് ഇറ്റ് അഫക്ട് മീ? സ്വപ്നങ്ങളൊക്കെ എത്ര വേണമെങ്കിലും കണ്ടോ. ആൻഡ് ഓൾ ദി ബെസ്റ്റ്. ബൈ ബൈ പ്രിയ. ഏട്ടന്റെ അടുത്തുനിന്ന് വഴക്ക് കേട്ടതിന് ശേഷവും അവൾക്ക് ബുദ്ധി ഉദിച്ചിട്ടില്ല. പക്ഷെ ഇതുപോലെ എന്ന് വരെ നടക്കും? ഏട്ടനോട് ഫോൺ വിളിച്ച് കുറച്ചു കഴിഞ്ഞ് വരാൻ പറയാം. അതുവരെ അവൾ അവിടെ നിന്ന് നാണം കെടട്ടെ. എന്നിട്ട് സ്വയം ഇവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യും. ഇനി പ്രിയച്ചോട് എന്ത് പറയും? അഭിയാണെങ്കിൽ വിടുന്നുമില്ല എന്നെ. താങ്ക്സ് ഫോർ ദി ഇൻഫർമേഷൻ. ഓക്കെ, ബൈ. നീ ഇതെവിടെ പോവാ? നീ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങാൻ പോകുന്നത് കാണുന്നുണ്ടല്ലോ. വഴിയിൽ വെച്ച് നീ എന്നോട് വണ്ടി നിർത്താൻ പറഞ്ഞു. അല്ല, നിനക്ക് അതിന് മാത്രം എന്താ അർജന്റാ ഉള്ളത്? ഇല്ല ബേ, ഞാൻ കരുതി പുറത്തു പോയി കുറച്ച് ഫ്രഷ് എയർ കൊള്ളാവുന്ന. ഈ വണ്ടിയിലെ AC പോരാഞ്ഞിട്ട് നീ എന്താ വെയിലത്ത് കരിയാൻ പോവാണ്? അല്ല ബേ, എനിക്കെന്തോ അങ്ങനെ തോന്നി. അല്ല, നീ ഇത് പറയാ. ആലി എന്താ പറഞ്ഞേ? അത് ആലിയ പറഞ്ഞത് മിസ്റ്റർ ശേഖർന്ന് വരില്ലെന്ന്. സോ ഓഫീസിൽ നിന്ന് കുറച്ച് ലേറ്റ് ആയി പോയാൽ മതി. അത് നല്ല കാര്യമല്ല ബി. വാ, നമുക്ക് പോയി നല്ലൊരു കോഫി കുടിച്ചിട്ട് വരാം. കോഫിയോ? നീ എന്ന് മുതല കോഫിയൊക്കെ കുടിച്ചു തുടങ്ങിയത്? എന്നാ ചായ കുടിക്കാം. പ്രണവ്, നീ എന്താ പെണ്ണുങ്ങളെ പോലെ കാരണങ്ങൾ ഉണ്ടാക്കുന്നത്? ചിലപ്പോൾ പുറത്തിറങ്ങി വെയിൽ കൊള്ളണം, AC-യിൽ ശുദ്ധവായുവില്ല, ചായ, കോഫി. ശരിക്കും നിന്റെ പ്രശ്നം എന്താ? അത് കൊള്ളാം. ഞാൻ പറഞ്ഞ അത് കാരണം കാണിക്കുന്നാവോ അബി? പിന്നെ നീയല്ലേ പറഞ്ഞത് ഓഫീസിൽ പോകാൻ ഇനി സമയമുണ്ട്, ലേറ്റ് ആയിട്ട് പോവാന്ന്. ശരി, ഇനി നീ തന്നെ പറയും എങ്ങോട്ട് പോകണമെന്ന് വെച്ചാൽ അവിടേക്ക് പോവാം. നിനക്ക് എവിടെയെങ്കിലും പോകാനുണ്ടോ? നേരത്തെ പോയാൽ എന്താ കുഴപ്പം? നേരത്തെ എന്തിനാ പോകുന്ന അബി? നിനക്കെന്താ അറിയില്ലേ നീ ഒരു റോക്ക് സ്റ്റാർ ആണെന്ന്? പിന്നെ ഒരു സെലിബ്രിറ്റിയും ആണ്.
അവിടെ നിന്റെ സ്റ്റാഫ്സും ഇല്ല. ബോസ് ഇല്ലെങ്കിൽ നീ അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാ? വെറുതെ റെപ്യൂട്ടേഷൻ കളയണ്ട അബി. നിനക്കെന്താ ബുദ്ധിയില്ലേ? അവിടെ ബോസ് ഇല്ലെങ്കിൽ പിന്നെ അവിടുത്തെ ബോസ് ആരാ? ഞാനല്ലേ. ആ കണ്ണാടിക്ക് പണി കൊടുക്കാൻ പറ്റിയ അവസരം ഇതിനേക്കാൾ വേറെ ഉണ്ടാവില്ല. എന്റെ കയ്യിൽ ബെസ്റ്റ് ഒരു ഐഡിയ ഉണ്ട്. അതിലൂടെ അവളെ ഒരു പാഠം പഠിപ്പിക്കണം. ഒരു കാര്യം ചെയ്യ്, നീയും ചിന്തിക്ക് ഏതാണ് ബെസ്റ്റ്, അത് നമുക്ക് ചൂസ് ചെയ്യാം. ഏതെങ്കിലും ഒന്ന് ക്ലിക്കാവാതിരിക്കില്ല. നീ ചിന്തിച്ചോ. അവൻ എന്താ ഇതുവരെ വരാതെ? അവൻ മെസ്സേജ് അയച്ചിരുന്നു. ഓഫീസിന് പുറത്തുണ്ട്, ഇപ്പൊ വരും. ഇനിയും എത്ര സമയം എടുക്കുമെന്തോ. കറക്റ്റ് ടൈമിൽ തന്നെ വന്നു. എക്സ്ക്യൂസ് മീ സർ, നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് ഉണ്ടോ? ആരെ കാണാനാ പോകുന്നത്? അത് ശരി, ഞാൻ ഇനി ഓഫീസിൽ വരണമെങ്കിൽ അപ്പോയിന്റ്മെന്റ് എടുക്കണമെന്നുണ്ടോ? ഐ എം സോറി സർ, ഇതെന്റെ ഡ്യൂട്ടിയാണ്. അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ ഒരു സ്ട്രേഞ്ചറിനെയും എനിക്ക് അകത്തേക്ക് വിടാനാവില്ല. ഏ സ്ട്രേഞ്ചർ, നിനക്കറിയോ ഞാൻ ആരാണെന്ന്? നീ എന്നെ തടഞ്ഞില്ലേ ഇപ്പോ? ഇതിന്റെ പേര് നിന്റെ ജോലി വരെ പോകും. കാണണോ നിനക്ക്? സർ, നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കേണ്ടത് എന്റെ ഡ്യൂട്ടിയുടെ ഭാഗമാണ്. സോ പ്ലീസ് എന്നോട് പറയൂ സർ, പേരും ഡീറ്റെയിൽസും പറയൂ. പറയൂ സർ, ഞാൻ ചെക്ക് ചെയ്യാം. ഹലോ മിസ്റ്റർ വരുൺ സർ. ഹായ് സൈറ, സുഖമാണോ? സുഖ. സാർ എന്താ ഇവിടെ? അത് ആക്ച്വലി ചേട്ടന് വയ്യായിരിക്കുകയാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ വരേണ്ടി വന്നു. ഓഫീസിൽ എന്തെങ്കിലും ഒരു ബോസ് ഉണ്ടായിരിക്കണ്ടേ? റൈറ്റ് സർ. പിന്നെ ഇവളേതാ? എന്നെ ഓഫീസിൽ കയറാൻ സമ്മതിക്കുന്നതേ ഇല്ല. ഇവൾക്കെന്താ അറിയില്ലേ ഞാൻ ആരാണെന്ന്? വാട്ട് ഈസ് ദിസ് പ്രിയ? ഹൗ കുഡ് യു സ്റ്റോപ്പ് ഹിം? ഇതാരെന്ന് നിനക്കറിയോ? ഇതാണ് വരുൺ ശങ്കർ, നമ്മുടെ ബോസ് അരുൺ ശങ്കറിന്റെ സഹോദരനാണ്. ഐ എം സോറി മാം. സോറി സർ, ആക്ച്വലി എനിക്ക് അറിയില്ലായിരുന്നു. അല്ലെങ്കിൽ ഞാൻ സോറി സർ, ഇവൾക്ക് തെറ്റുപറ്റിയതാ. ആക്ച്വലി ഇവൾക്ക് അറിയില്ലായിരുന്നു. ഓഫീസിലെ പുതിയ ആളാ, സ്റ്റാഫിനെയും നന്നായിട്ട് അറിയില്ല. സാറിന് മുമ്പ് കണ്ടിട്ടില്ലാത്തോണ്ട് ഇവൾക്ക് തെറ്റുപറ്റിയതാ. ഇത്തവണ ഞാൻ ഇവളോട് ക്ഷമിക്കുന്നു. ബട്ട് ഐ ഡോണ്ട് ലൈക്ക് ഓൾ ദിസ്. ഇനി രണ്ടാമത് ഇതുപോലെ എന്തെങ്കിലും ചെയ്താൽ നീ ഇനി വേറെ ജോബ് എന്തെങ്കിലും അന്വേഷിക്കേണ്ടതായിട്ട് വരും. ആരാന്ന് ചോദിച്ചാൽ മതിയായിരുന്നു. ഹലോ. ഹലോ പ്രിയ, ഇത് ഞാനാ മോളെ. മോളെ നീ ഓക്കെ അല്ലേ? അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ? ആ, ഇവിടെ എല്ലാം ഓക്കെ അമ്മേ. കുറച്ചു മുമ്പല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്? പിന്നെന്താ ഇപ്പൊ വിളിച്ചിങ്ങനെ ചോദിക്കുന്നേ? അതെന്താന്നറിയില്ല, എന്തൊരു ടെൻഷൻ തോന്നുന്നു. നിന്റെ ശബ്ദം കേൾക്കണോന്ന് തോന്നി. അതുകൊണ്ടാ മോളെ ഞാനിപ്പോ നിന്നെ വിളിച്ചത്. അമ്മ ഇങ്ങനെ ടെൻഷൻ ആവല്ലേ. അമ്മയുടെ ടെൻഷൻ എന്നെയും ടെൻഷനാക്കും. എനിക്ക് തോന്നുന്നു അമ്മയുടെ BP ലോ ആയിന്ന്. അമ്മ ഇന്ന് മരുന്ന് കഴിച്ചായിരുന്നോ? ഹേയ് അല്ല, എന്റെ BP ഡൗൺ ആവുന്നത് എനിക്കറിയാൻ കഴിയും. ഇത് മറ്റൊരു ടെൻഷനാണ്. നിനക്കതറിയില്ല, അമ്മയാവുമ്പോഴേ നിനക്കത് മനസ്സിലാകൂ. സ്വന്തം കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ടെൻഷൻ അത് മറ്റൊരു ടെൻഷൻ തന്നെയാണ്. നിന്റെ ശബ്ദം കേട്ടല്ലോ, അത് മതി. നീ ഒന്ന് ശ്രദ്ധിച്ചോണേ മോളെ. അമ്മ വിശ്രമിക്ക്. ഞാൻ രാത്രി വന്നിട്ട് തലയൊക്കെ മസാജ് ചെയ്ത് തരാം. പിന്നെ ഒരു ടെൻഷനും ഉണ്ടാവില്ല, ക്ഷീണവും ഉണ്ടാവില്ല. നന്നായി റെസ്റ്റ് ചെയ്യണേ. ആ ശരി, ശ്രദ്ധിച്ച് ജോലി ചെയ്യണം. വൈകിട്ട് സംസാരിക്കാമേ. അമ്മ ആദ്യം സ്വന്തം കാര്യം നോക്ക്. ശരി, വെക്കുക. എന്തെങ്കിലും കിട്ടിയോ? അബി നീ ഒന്ന് വണ്ടി നിർത്താൻ. ഞാനിപ്പോ വരാം, ഒരു മിനിറ്റ്. ഈ പ്രണവിന്റെ ഒരു കാര്യം 5 മിനിറ്റ് കഴിഞ്ഞു പോയാൽ പോരെ? ഓഫീസിലും വാഷ്റൂം ഉണ്ടല്ലോ. അവൻ വരുന്നത് വരെ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യണ്ട. ഇപ്പൊ തന്നെ ടോർച്ച് അങ്ങ് സ്റ്റാർട്ട് ചെയ്തേക്കാം. ഗുഡ് മോർണിംഗ് പ്രിയ ആദിത്യ, ലവ് ലൈഫ് മ്യൂസിക് കമ്പനി. പ്രിയ ആദിത്യോ? അതാരാ? ഈ കാറ്റാടിയൊന്നും ഇതുവരെ വരാത്ത? നികിതയില്ല അവിടെ? അത് ഞാൻ ജസ്റ്റ് എ സെക്കൻഡ് സർ. ഹലോ നികിത ഹിയർ. ഹലോ കാറ്റാടി, എന്താ നിന്റെ കാറ്റ് പോയോ? എന്തായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. But I think എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മിസ്റ്റർ ശേഖർ ഇന്ന് ഓഫീസിൽ വരില്ല എന്നുള്ളതാ. അറിയാൻ വരില്ലെന്ന്. പക്ഷെ എനിക്ക് വന്നല്ലേ പറ്റൂ. ഞാൻ വന്ന ഉടനെ എന്റെ ഫേവറേറ്റ് കോഫി എനിക്ക് കിട്ടിയിരിക്കണം. അതും നല്ല ചൂടായിട്ട്. പിന്നെ ഇത് കോഫി വളരെ വെറൈറ്റി ആയിരിക്കണം. സെയിം കോഫി കുടിച്ച് ബോറടിച്ചു. കോഫി വെറൈറ്റി ആയില്ലെങ്കിലേ എന്റെ സ്വഭാവം മാറും. മനസ്സിലായില്ലേ? യു ഗെറ്റ് ദാറ്റ്? കമോൺ പ്രീച്ചി, ഫോൺ എടുക്ക് പ്ലീസ്. കോഫിയുടെ ഒപ്പം വേറെ എന്തെങ്കിലും വേണോ സർ? ഞാൻ ഉദ്ദേശിച്ചത് സാൻഡ്വിച്ച്, പിസ്സ എന്തെങ്കിലും ഓർഡർ ചെയ്യണോ? ഇവളെല്ലാം സമ്മതിക്കാണല്ലോ. എന്ത് പറഞ്ഞാലും അതിനെ തലയാടി സമ്മതിച്ചോളൂ. അപ്പോൾ ഇതെങ്ങനെ ടോർച്ചറിങ് ആവുന്നത്?
ഹലോ, കൂടുതൽ സ്മാർട്ട് ആവണ്ട, പറയുന്നത് മാത്രം അങ്ങോട്ട് ചെയ്താൽ മതി. എന്നെ ഇംപ്രസ് ചെയ്തെന്ന് വെച്ചേ പ്രൊമോഷൻ ഒന്നും കിട്ടില്ല. ഓക്കെ സർ, താങ്ക് യു സർ. പ്രിയ, ഈ ഫയൽ വരുൺ സാർ ചോദിച്ചതാ, ഒന്ന് കൊണ്ടുപോയി കൊടുത്തേക്ക്. അത് പിന്നെ ആഹാ, പെട്ടെന്ന് വന്നല്ലോ. ഇനി വരുന്ന 5 ദിവസത്തേക്ക് നിനക്ക് വാഷ്റൂമിലൊന്നും പോകണ്ടല്ലോ അല്ലേ? എടാ നീ തമാശയായിട്ടാണോ കാണുന്നത്? എമർജൻസി ആയിരുന്നു. ആ, എന്തായാലും മിഷന് മുമ്പ് വാഷ്റൂമിൽ പോയത് നന്നായി. ടോർച്ചർ ചെയ്യുമ്പോൾ ഒരു രസം ഉണ്ടാവും. മേ ഐ കം ഇൻ സർ? യെസ്, കം ഇൻ. സർ, ഇത് ഈ ഫയലിൽ സാർ ചോദിച്ചിരുന്നു. ഫയൽ. ക്യാൻ യു റീഡ് ഇറ്റ്? റീഡ് ഇറ്റ്? സർ, ഇത് എന്റെ ജോലിയല്ല. ഇറ്റ്സ് നോട്ട് മൈ ജോബ്. ഓ, ഐ സീ. ഇനി നീ എന്നെ പഠിപ്പിക്കുകയാണോ നിന്റെ ജോബ് എന്താണെന്നുള്ളത്? അല്ല സർ, ഞാൻ അതല്ല പറഞ്ഞത്. അപ്പൊ നീ പറഞ്ഞ എന്തെന്ന് വെച്ചാ നീ ഉദ്ദേശിച്ചത് എനിക്കൊന്നും അറിയില്ല എന്നാണ്? എനിക്കെന്താ വിവരമില്ലെന്നാണോ? സർ, അങ്ങനെയല്ല. സർ തെറ്റിദ്ധരിച്ചതാ. ചിലപ്പോ ഇത് ഏതെങ്കിലും ഇമ്പോർട്ടന്റ് പേപ്പേഴ്സ് ആയിരിക്കില്ലേ? സിറ്റ് ഡൗൺ. സിറ്റ് ഡൗൺ. Come on, read it. Contract between Love Life Music Company executed in effective from... Sorry sir, ഞാൻ ഉദ്ദേശിച്ചത് സർ ഇന്ന് പുറത്ത് സംഭവിച്ചതെല്ലാം എൻ്റെ അറിവില്ലായ്മ കൊണ്ടാ. എനിക്കറിയില്ലായിരുന്നു ശേഖർ സാറിന്റെ ബ്രദറാണ് താങ്കളെന്ന്. അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും തടയില്ലായിരുന്നു. സോറി സർ, പ്ലീസ് എന്നോട് ക്ഷമിക്കൂ സർ. Just relax. It's okay, dear. ആ കാര്യം ഞാൻ എപ്പോഴേ മറന്നു തന്നു. ഇനി നീയും മറന്നേക്ക്. Just relax. സർ, അത് എനിക്ക് പുറത്ത് കുറച്ച് ജോലിയുണ്ട് സർ. കോൾസ് ഒക്കെ വരും. സൈറ മാം എന്നെ കണ്ടില്ലെങ്കിൽ... നീ ആരെയാ പേടിക്കുന്നത്? സൈറ നിന്റെ ബോസല്ലേ? പക്ഷെ ഞാൻ അവരുടെ എല്ലാം ബോസാണ്. ഈ ഓഫീസിൽ നിന്നെ ആരും ഒന്നും പറയില്ല. എന്നോട് കോപ്പറേറ്റ് ചെയ്താൽ മാത്രം മതി. സർ, പ്ലീസ് എന്നെ പോകാൻ അനുവദിക്കൂ. പറഞ്ഞില്ലേ ഞാൻ, ഈ ഓഫീസിൽ ആരും നിന്നെ ഒന്നും പറയാൻ പോകുന്നില്ലെന്ന്. പിന്നെ ഇതിനകത്ത് വെച്ച് എന്തൊക്കെ തന്നെ നടന്നാലും അതൊന്നും ആരും അറിയാൻ പോകുന്നില്ല. കൈവിടാൻ, എനിക്ക് പോയിട്ട് ജോലിയുണ്ട്. ബോസിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാന്നുള്ളത് അത് നിന്റെ ജോലിയല്ലേ പ്രിയ? സാറിന്റെ ബോസ് ആയതുകൊണ്ട് ഞാൻ ഇതുവരെ മിണ്ടാതിരുന്നു. മാറങ്ങോട്ട്. എനിക്കറിയാം നീ എന്തിനാ ഈ ജോലിയിൽ കയറിയെന്ന്. ഞാൻ വേണേ നിനക്ക് പ്രമോഷൻ വരെ തരാം. എനിക്ക് വേണ്ട നിങ്ങളുടെ പറയുന്ന കേക്ക്. പ്രമോഷൻ. സർ, സർ, നീ എന്താ ഈ കാണിക്കുന്നത്? വിടന്നെ. എന്ത് ധൈര്യത്തില നീ ഇങ്ങനൊക്കെ ചെയ്തേ? എന്നെ ടച്ച് ചെയ്തല്ലേ നീ? ഇവളെ ആരാ ഇവിടെ അപ്പോയിന്റ് ചെയ്തത്? ഇതിനു വേണ്ടിയാണ് ഇവള് ഈ ഓഫീസിൽ വരുന്നത്? യു ചീപ്പ് ഗേൾ. ഒരു പ്രൊമോഷന് വേണ്ടിട്ടാണ് ഇവള് ഈ ചീപ്പ് പരിപാടി കാണിച്ചത്. ഇയാള് കള്ളം പറയാ. ഞാനല്ല. ഇയാളാ എന്നോട് മോശം. You shut your mouth. ഇവളെ ആരാ ഇവിടെ അപ്പോയിന്റ് ചെയ്തത്? ഇവളെ ആരാ ഇവിടെ ഇന്റർവ്യൂ ചെയ്തതെന്ന് നിങ്ങൾക്കൊന്നും വിവരമില്ലേ? ഇതുപോലുള്ളതിനൊക്കെ ഇവിടെ എടുക്കാൻ വർക്ക് എന്ന പേരിൽ എന്റെ ഓഫീസിൽ കയറി വന്നിരിക്കുക. എന്നിട്ട് പ്രൊമോഷൻ വേണമെന്ന്. അതിനുവേണ്ടി ഞാൻ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവള് ഹാർഡ് വർക്കിന്റെ കാര്യമാണ് പറയുന്നത്. ആ സമയം മുതൽ ഇവൾ എന്റെ ബോഡിയിൽ ടച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് ഇവളുടെ ശരിക്കുള്ള ഉദ്ദേശം മനസ്സിലായത്. ഇവളൊരു വൃത്തികെട്ട സ്ത്രീയാണ്. വൃത്തികേട് ചെയ്ത ഞാനല്ല, നിങ്ങളാ. ഞാൻ ഇയാൾക്ക് ഫയൽ കൊടുക്കാനാ ഇങ്ങോട്ട് വന്ന. അപ്പൊ ഇയാൾ എന്നോട് പറഞ്ഞത് പ്രൊമോഷൻ തരാൻ ഇയാളുമായി കോപ്പറേറ്റ് ചെയ്യണമെന്ന്. പക്ഷെ ഞാനാ തടഞ്ഞത്. അപ്പോഴാ ഇയാൾ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് മാഡം. അല്ലാതെ ഇയാൾ പറയുന്നതൊന്നും സത്യമല്ല. Enough, Mr. Varun. You know, this is so unfortunate. ഒരു പെൺകുട്ടി കാരണം നിങ്ങൾക്ക്... നീ ഇവിടെ വാ, പുറത്തേക്ക് പോ, ഇറങ്ങ്, വരാൻ. ഇത് വളരെ നന്നായി. ഏട്ടനെല്ലാം ഇപ്പൊ നേരിട്ട് തന്നെ കണ്ടല്ലോ. Come.
ആരാണെന്നാ നിന്റെ വിചാരം? നിനക്ക് എന്താ തോന്നുന്നത് നമ്മൾ എല്ലാവരും മണ്ടന്മാരാണെന്നോ? ഞങ്ങൾക്കൊന്നും കണ്ണ് കാണാൻ പാടില്ലെന്നോ? ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കണ്ടതാ അകത്ത് സംഭവിച്ചത് എന്താണെന്ന്. നീ അദ്ദേഹത്തോട് ബലം പ്രയോഗിക്കുകയായിരുന്നു, അല്ലാതെ അദ്ദേഹം നിന്നോടല്ല. നിനക്ക് എന്താ തോന്നുന്നത്? നീ പറയുന്നതെല്ലാം ഞങ്ങൾ വിശ്വസിക്കുന്നു. അകത്ത് നടന്നത് എന്തൊക്കെയാണെന്ന് ഞങ്ങൾ എല്ലാവരും കണ്ടതാ. നിങ്ങൾ കണ്ടോ കണ്ടില്ലേ? യെസ് മാം, നമ്മൾ എല്ലാവരും ഇത് തന്നെയാ കണ്ടത്. സോ ഇപ്പൊ എന്തെങ്കിലും പറയൂ, അതോ ഇനിയും നീയാണ് ഇന്നസെന്റ് എന്ന് പറഞ്ഞോണ്ടിരിക്കോ? ഞാൻ പറയുന്ന സത്യോ? ഓ ഫാന്റാസ്റ്റിക്. അപ്പൊ സത്യം പറയുന്നത് നീ മാത്രമാ, ബാക്കിയുള്ളവരെല്ലാം കള്ളം പറയുകയാണ്. പിന്നെ ബാക്കി എല്ലാവരും ബ്ലൈൻഡും ആണ്. ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ, നീ എത്ര വേണമെങ്കിലും പറഞ്ഞോളൂ. ഞങ്ങൾ എല്ലാവരും സ്വയം കണ്ടതാ അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന്. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം തെറ്റ് ആരുടെ ഭാഗത്താണെന്നും ശരി ആരുടെ ഭാഗത്താണെന്നും, പിന്നെ സത്യം എന്താണെന്നും കള്ളം എന്താണെന്നും. ഈ കാര്യത്തിൽ ഒരൊറ്റ സത്യമേ ഉള്ളൂ. അതെന്താണെന്ന് വെച്ചാ ഇതിലെ തെറ്റ് നിന്റെ ഭാഗത്ത് മാത്രമാണ്. നിന്റെ ഈ നിഷ്കളങ്കമായ മുഖത്തിന് പിന്നിൽ നിന്റെ ക്യാരക്ടർലെസ് നേച്ചർ തന്നെയാണുള്ളത്. ഈ കണ്ണാടിയുടെ പുറകിലുള്ള നിന്റെ വൃത്തികെട്ട ചിന്തകളില്ലേ, അത് എല്ലാവരുടെയും മുന്നിൽ വന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി വെറുതെ അനാവശ്യം പറയുന്നത് നിർത്താം. നീ വീണ്ടും ഒരു വാക്ക് പോലും മിണ്ടിയ. പറഞ്ഞില്ല, ഞാൻ പറയുന്നത് കള്ളമല്ല, ഞാൻ പറയുന്ന സത്യം. ഞാനൊന്നും ചെയ്തിട്ടില്ല. Oh my God. ശരി, ഒരു മിനിറ്റത്തേക്ക് വേണ്ടി നീ സത്യമാണ് പറയുന്നതെന്ന് വിശ്വസിക്കാം. ഓക്കെ, അപ്പൊ നീ എന്താ പറയാൻ വരുന്നത്? അപ്പൊ നീ പറയാൻ ഉദ്ദേശിക്കുന്നത് അകത്ത് മിസ്റ്റർ വരുൺ നിന്നോട് ബലം പ്രയോഗിക്കാൻ ശ്രമിച്ചു, പെട്ടെന്ന് അയാൾക്കാളുടെ മനസ്സിൽ തോന്നി അയാളുടെ ക്യാബിനിലേക്ക് ആരും വരാൻ പോകുന്നു, അയാൾ ഉടനെ തന്നെ ബലം പ്രയോഗിക്കുന്നത് നീയാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് നീ പറയാൻ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ തന്നെ സംഭവിച്ചത്. ഞാൻ സത്യം Oh my God, I just cannot believe it. നീ എന്റെ സർക്കാസത്തിനെയും ഡിഫൻസ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. Don't you realize? ഞാൻ നിന്നെ കളിയാക്കിയതാണ്. അല്ല, ഞാൻ ചിലപ്പോ ഇങ്ങനെയും പറഞ്ഞേനെ, മിസ്റ്റർ വരുൺ ശേഖർ ആണെങ്കിൽ ഏതോ കണ്ണാടിയിലൂടെ നമ്മളെ കണ്ടിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന്. എങ്കിലും നീ അതും യൂസ് ചെയ്യുമായിരുന്നു ഡിഫൻസ് ആയിട്ട്. പ്രമോഷന് വേണ്ടി എന്ത് കാര്യവും ചെയ്യാൻ തയ്യാറാണ്, പക്ഷെ സ്വന്തമായിട്ട് ഇന്നസെന്റ് ആണെന്ന് തെളിയിക്കുകയും വേണം. ഡ്രാമ വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ നിന്റെ ഈ ഡ്രാമ ഉണ്ടല്ലോ എന്റെ മുന്നിൽ, എസ്പെഷ്യലി എന്റെ മുന്നിൽ ഒരിക്കലും നടക്കില്ല. നിനക്ക് എന്താ തോന്നിയത്? നീ രക്ഷപ്പെടുമെന്നോ? ഇന്ന് നീ പിടിക്കപ്പെട്ടിരിക്കുന്നു. നിന്നെ പോലുള്ള പെൺകുട്ടികളോട് എനിക്ക് വെറുപ്പാണ്. ഐ മീൻ, ഒരു പെൺകുട്ടിയായിട്ട് നീ ഒരു സ്ത്രീ ആണെന്നത് മുതലെടുക്കുകയാണോ? സ്ത്രീകൾക്ക് വേണ്ടിയുള്ള നിയമങ്ങളെ പുരുഷന്മാർക്ക് എഗൻസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക. ഇന്ന് നിന്നെ പോലുള്ള സ്ത്രീകൾ കാരണം ഇന്നസെന്റ് ആയ പെൺകുട്ടികൾക്ക് ജസ്റ്റിസ് കിട്ടുന്നില്ല. ബിക്കോസ് എല്ലാവർക്കും തോന്നുന്നത് നിന്നെ പോലെ ആരോട് വേണമെങ്കിലും ഇതുപോലൊക്കെ പെരുമാറുന്നവരാ എല്ലാവരും എന്നാ. പക്ഷെ നിനക്ക് എല്ലാവരെയും മണ്ടന്മാരാക്കാൻ കഴിയും, എന്നെ അങ്ങനെ ആക്കാൻ കഴിയില്ല. ഞാൻ നിനക്ക് ശിക്ഷയൊന്നും തരില്ല, പക്ഷെ ഞാൻ നിന്നെ പഠിപ്പിക്കാൻ പോകുന്ന പാഠം എന്താണെന്ന് വെച്ചാ നീ ഇന്നു മുതൽ ഇതുപോലുള്ള വൃത്തികേടൊന്നും ആരോടും ഒരിക്കലും ചെയ്യില്ല. നിങ്ങളെല്ലാവരും ഒന്നിച്ച് എല്ലാവരും ചേർന്ന് എന്നെ കള്ളിയാക്കാൻ നോക്കുക. പക്ഷേ ആർക്കെങ്കിലും ഒരാൾക്ക് എന്നോട് വിശ്വാസം ഉണ്ടാവുമല്ലോ. ഞാൻ പറയുന്നതാ സത്യം. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എന്റെ മേലെ കള്ളം ചുമത്തുക. ഏട്ടനെ എന്തിനാ നോക്കുന്നേ? നിനക്കെന്താ തോന്നുന്നത് ഏട്ടൻ നിന്നെ രക്ഷപ്പെടുത്തുമെന്നോ? ജസ്റ്റ് ബിക്കോസ് നീ അദ്ദേഹത്തിന്റെ ഫാൻ ആയതുകൊണ്ട്. ഇന്നഫ്. നിന്റെ ഈ കരച്ചിൽ നാടകം അവസാനിപ്പിക്കുക. കുറെ നേരമായിട്ട് നീ അഭിനയിക്കുന്നു. നിന്നെ പോലുള്ള പെൺകുട്ടികളുടെ പ്രോബ്ലം തന്നെ ഇതാ, എപ്പോഴും കണ്ണടച്ച് സ്വപ്നം കണ്ടോണ്ടിരിക്കും, അല്ലാതെ ഒരിക്കലും കണ്ണു തുറന്ന് സ്വന്തം രൂപ കണ്ണാടിയിൽ നോക്കാറേയില്ല. സ്വീറ്റ് ഹാർട്ട്, നീ എപ്പോഴും ചിന്തിക്കുന്ന പെൺകുട്ടികൾ, നിനക്ക് ജലസി തോന്നുന്ന പെൺകുട്ടികൾ, അങ്ങനെ ഒരുപാട് പെൺകുട്ടികൾ വരുണിന്റെ പിന്നാലെ നടക്കുന്നുണ്ട്. നിനക്കറിയോ അത്? ഇന്ന് വരുൺ സാർ ഓഫീസിൽ വന്നപ്പോ ഇവൾ അദ്ദേഹത്തോട് റൂഡായിട്ട് സംസാരിച്ചു. എന്നിട്ട് അദ്ദേഹത്തെ അകത്ത് കയറാനും സമ്മതിച്ചില്ല. ഞാൻ ഇവളോട് സോറി പറയാൻ പറഞ്ഞപ്പോ ഇവളുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാ സോറി പറയുന്നതെന്ന് ചോദിച്ചു. ഐ തിങ്ക് മാം ഇത് ഇവളുടെ നാടകമായിരുന്നു. ഇവള് വിചാരിച്ചാണ് ഇവളുടെ പ്ലാനിൽ ഫെയിൽ ആവുകയാണെങ്കിൽ ഇവൾക്ക് പറയാലോ സാറിനെ ഇൻസൾട്ട് ചെയ്തതിനെ പ്രതികാരം ചെയ്തതാണെന്ന്. ഓ മൈ ഗോഡ്, ഇങ്ങനെ ഒരു പ്ലാനിങ്, ഇങ്ങനെ ഒരു പ്ലോട്ടിംഗ്, അൺബിലീവബിൾ. എന്ന് വെച്ചാ ചിലപ്പോ പ്രമോഷൻ കിട്ടിയില്ലെങ്കിൽ അപ്പൊ നീ ഉറപ്പായും പ്ലാൻ ചെയ്ത് മിസ്റ്റർ വരുണിനെ പോലും നാണം കെടുത്തുമായിരുന്നു അല്ലേ? സമ്മതിച്ചേ പറ്റൂ. എന്തൊരു ബുദ്ധിയാണ് നിനക്ക്. ബട്ട് നിന്റെ ബുദ്ധി കുറച്ച് കൂടിപ്പോയി. ഏട്ടാ, ഐ നോ ഏട്ടന് തോന്നുന്നുണ്ടാവും എനിക്ക് എന്തിനാ ഇത്രയും ദേഷ്യം തോന്നുന്നെന്ന്. അതെ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, നല്ല പോലെ ദേഷ്യം വരുന്നുണ്ട്. ഏട്ടനല്ലേ എല്ലാവരുടെ മുന്നിൽ വെച്ച് ഇവിടെ ഫാൻ നമ്പർ 1 ആക്കിയത്?
എന്നിട്ട് എല്ലാവരുടെ മുന്നിൽ വെച്ച് ഇവളെ സ്റ്റേജിൽ കയറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് ഇവളെന്താ ചെയ്തത്? ഏട്ടൻ ഇവൾക്ക് ഒരുപാട് ബഹുമാനം നൽകി. എന്നിട്ടിപ്പോ ഇവൾ ഏട്ടനെ നന്നായിട്ട് നാണം കെടുത്തി. ആദ്യം ആ ദിവസം CD മാറ്റി വെച്ചിട്ട്, എന്നിട്ട് ഇന്ന് ഇവള് ശരിക്കും അതിര് കടന്നിരിക്കുന്നു ഏട്ടാ. ഞാൻ മറ്റെന്ത് സഹിച്ചാലും ഏട്ടനെ നാണം കെടുത്തിയത് സഹിക്കില്ല. പുറത്തുള്ള ആരെങ്കിലും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ ഏട്ടനൊന്ന് ആലോചിക്ക്. ആളുകൾ ഇവളുടെ പേരിനൊപ്പം ഏട്ടന്റെ പേര് കൂടി ചേർത്ത് പറയും. എന്നിട്ട് ഏട്ടനെ ഓരോന്ന് പറയും. എനിക്കത് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല. റോക്ക് സ്റ്റാർ അബിയുടെ പേരിനൊപ്പം ഇതുപോലെ വൃത്തികെട്ട ഒരു സ്ത്രീയുടെ പേര് ഒരിക്കലും വരാൻ പാടില്ല ഏട്ടാ. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. എനിക്ക് മനസ്സിലാവുന്നില്ല ഏട്ടാ, ഏട്ടൻ എങ്ങനെയാ അവളോട് ക്ഷമിച്ചതെന്ന്. പക്ഷെ ഞാനാണ് ഏട്ടന്റെ സ്ഥാനത്തെങ്കിൽ ഒരിക്കലും അവളോട് ക്ഷമിക്കാൻ പോകുന്നില്ല ഏട്ടാ. ആ ദിവസം സംഭവിച്ചത് സംഭവിച്ചു. പക്ഷെ ഇന്ന് നടന്ന ഈ തെറ്റിനോട് ഒരിക്കലും ക്ഷമിക്കാൻ പാടില്ല. ഇന്ന് നമുക്ക് ഇവളുടെ സ്ഥാനം എന്താണെന്ന് തെളിയിച്ചേ പറ്റൂ. കാരണം ഏട്ടാ, അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇവളെ പോലുള്ള വൃത്തികെട്ട സ്ത്രീകൾ ഏട്ടനെ പോലുള്ളവരെ എപ്പോഴും മുതലെടുത്തുകൊണ്ടേയിരിക്കും. പിന്നെ എനിക്കൊരിക്കലും സഹിക്കാൻ കഴിയില്ല ഏട്ടാ അതൊന്നും. ആരെങ്കിലും എന്റെ ഏട്ടനെ മുതലെടുക്കുന്നത്, റോക്ക് സ്റ്റാർ അബിയെ മുതലെടുക്കുന്നത്. ഈ കാര്യം പുറത്തറിയുന്നതിന് മുമ്പ് ഇവളെ ഇവിടെ നിന്ന് നാണം കെടുത്തി അപമാനപ്പെടുത്തി ഈ ഓഫീസിൽ നിന്ന് തന്നെ പുറത്താക്കണം ഏട്ടാ. ഇന്നിപ്പോ അവൾ ഈ ചെയ്തതൊന്നും ഇനി ഒരിക്കലും അവൾ ചെയ്യാൻ പാടില്ല. ഇന്ന് നീ വരുൺ ശേഖറിനോട് ചെയ്തതെല്ലാം ഓക്കെ. പക്ഷെ ഇതിനു മുമ്പ് എന്തൊക്കെ, ആരോടെല്ലാം, എവിടെ വെച്ചല്ല. നിനക്ക് ഒരു അവകാശമില്ല എന്റെ ക്യാരക്ടറിനെ ചോദ്യം ചെയ്യാനായിട്ട്. കാരണം നീ തന്നെ ക്യാരക്ടർലെസ് ആയി. How dare you talk about my character? ഈ ലോകത്തെ ഏറ്റവും പാടുള്ള കാര്യം അബി പറഞ്ഞ് മനസ്സിലാക്കാനാ. ഇനി എന്തിനാണോ ഇങ്ങോട്ടേക്ക് എന്നെ കൊണ്ടുവന്നത്? ഇനി എന്റെ മുന്നിൽ വെച്ച് പ്രിയിച്ച് ടോർച്ചർ ചെയ്യുന്നത് എനിക്ക് കാണാനും കഴിയില്ല. ഇനി ഞാൻ എന്ത് ചെയ്യും? അവൻ ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ എനിക്ക് ഇവിടുന്ന് എസ്കേപ്പ് ആവണം. പക്ഷെ ആലി അവനെ ഫോൺ ചെയ്തതല്ലേ. അവനോട് ലേറ്റായിട്ട് വരാൻ പറഞ്ഞതിന്റെ കാരണം ഓഫീസിൽ ബോസ് ഇല്ലാത്തതുകൊണ്ടെന്നല്ലേ പറഞ്ഞേ. പിന്നെ ആലി ഓഫീസിൽ എന്ത് ചെയ്യായിരുന്നു? ബോസ് അവിടെയില്ല, പക്ഷെ പ്രിയിച്ചുണ്ടല്ലോ. ഇനി അവൾ ചേച്ചിയോട് എന്തെങ്കിലും മോശമായിട്ട് പെരുമാറി കാണുമോ? ഈ കാര്യം ഞാൻ എന്താ ആദ്യമേ ചിന്തിക്കാത്തത്? അവൾ ഉറപ്പായിട്ട് എന്തെങ്കിലും പ്ലാൻ ചെയ്ത് കാണും. പിന്നെ അന്ന് മാർക്കറ്റിൽ വെച്ച് അവൾ ആരോടാ സംസാരിച്ചത് അതും അറിയില്ല. എനിക്ക് അവളെ തടഞ്ഞേ പറ്റൂ. പോയി ഓഫീസിൽ എത്ര ആളുകളുണ്ടോ അത്ര ആളുകളെയും വിളിച്ചോട്ട് വാ. എല്ലാവരുടെയും മുന്നിൽ വെച്ച് തീരുമാനം എടുക്കാം. നോക്കൂ സാർ, നിങ്ങളും എന്നെ യെസ്, ഞാൻ എന്റെ ദേഷ്യം തീർത്തു. ഇനി ഏട്ടന്റെ ദേഷ്യം തീർത്തോളും. ഇവൾക്ക് കൊടുക്കുന്ന ശിക്ഷയിൽ ഈ ഓഫീസിൽ നിന്ന് തന്നെ ഇവള് നാണം കെട്ട് പൊക്കോളും. എല്ലാവരും എത്തിയോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ അറിയാലോ. റിസപ്ഷനിസ്റ്റ്. ഒരു റിസപ്ഷനിസ്റ്റ് എന്ന രീതിയിലാണ് നിങ്ങൾ എല്ലാവരും ഇവളോട് പെരുമാറുന്നത്. ഒരു കമ്പനി എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നോ അതേ രീതിയിലാണ് നിങ്ങൾ എല്ലാവരും പെരുമാറുന്നത്, റൈറ്റ്? പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഞാൻ ഇയാൾക്ക് സ്പെഷ്യൽ ട്രീറ്റ്മെൻ്റ് ആണ് നൽകാറുള്ളത്. എനിക്ക് നന്നായിട്ട് അറിയാം, ഒരു റോക്ക് സ്റ്റാറും അവരുടെ ഫാനിനോട് ഇങ്ങനെ പെരുമാറില്ല. ഇവളെ മീഡിയയോട് ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഇവൾക്കൊപ്പം സ്റ്റേജിൽ പെർഫോം വരെ ചെയ്തു. എന്താ കാരണമെന്നറിയോ? കാര്യം ഇവളെൻ്റെ ഏറ്റവും വലിയ ഫാനാണ്. എന്നെ ആരെങ്കിലും ഐഡലായിട്ട് കാണുന്നുണ്ടെങ്കിൽ എനിക്കത് സന്തോഷമാണ്. പക്ഷേ ഇവളെ കണ്ടിരുന്നപ്പോൾ എനിക്ക് കിട്ടിയിരുന്ന സന്തോഷം ഇപ്പോൾ വലിയ ദുഃഖമായി മാറിയിരിക്കുകയാണ്.